ഞാൻ റോബിൻ മാത്യു. ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറാനുമായി ഒരു കരാറിലെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷയുള്ളതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതേസമയം അമേരിക്ക ഇറാനെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുമെന്നും അമേരിക്ക ആരംഭിക്കുന്ന ഏതൊരു യുദ്ധവും മേഖലയുടെയുടനീളം വ്യാപിക്കുമെന്നും ആയത്തുള്ള അലി ഖമേനി അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി. യുദ്ധം ആരംഭിക്കുന്നത് ഞങ്ങളല്ല, ഒരു രാജ്യത്തെയും ആക്രമിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ്. 1979 ഫ്രാൻസിലെ പ്രവാസത്തിൽ നിന്ന് ആയത്തുള്ള റുഹുള്ള ഖമേനി ഇറാനിലേക്ക് മടങ്ങിയതിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ഒത്തുകൂടിയ ഒരു വലിയ ജനക്കൂട്ടത്തോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തവണ അവർ ഒരു യുദ്ധം ആരംഭിച്ചാൽ അതൊരു പ്രാദേശിക യുദ്ധമായിരിക്കുമെന്ന് അവർ അറിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാനെതിരായ ഏതൊരു ആക്രമണവും പ്രതികാര നടപടികളിലേക്ക് നയിക്കുമെന്ന് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാൻ നേരത്തെ പറഞ്ഞതിന് പിന്നാലെയാണ് ഖമേനിയുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. ജനുവരിയിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ഇറാനിലെ രാജ്യവ്യാപകമായ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് ശേഷം USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലും ജെറ്റ് യുദ്ധവിമാനങ്ങളും നാവിക നശീകരണ കപ്പലുകളും ഈ മേഖലയിലേക്ക് അടുക്കുന്നതിനിടെയാണ് ഖമേനിയുടെ പരാമർശങ്ങൾ. ഉക്രൈന്റെ തെക്ക് കിഴക്കൻ ഡിനിപ്രോവ്സ്ക് മേഖലകളിൽ ഖനിത്തൊഴിലാളികളുമായി പോയ ബസ്സിൽ റഷ്യൻ ഡ്രോൺ ഇടിച്ചു കയറി 12 പേർ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഉക്രൈൻ ഊർജ്ജ സ്ഥാപനമായ TDEKയും സർക്കാർ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി. US മധ്യസ്ഥതയിൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള രണ്ടാം ഘട്ട ത്രികക്ഷി ചർച്ച അടുത്തയാഴ്ച നടക്കുമെന്ന് പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണമുണ്ടായത്. മേഖലയിലെ ഒരു കമ്പനി ഖനിയിൽ റഷ്യൻ സൈന്യം വമ്പിച്ച ഭീകരാക്രമണം നടത്തിയെന്നും മരിച്ചവരും പരിക്കേറ്റവരുമെല്ലാം ഒരു ഷിഫ്റ്റിൽ നിന്ന് മടങ്ങിയ ജീവനക്കാരാണ് എന്നും TDEK പ്രസ്താവനയിൽ പറയുന്നു. ആക്രമണത്തിന്റെ ഫലമായി 12 ഖനിത്തൊഴിലാളികൾ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നും TDEK വ്യക്തമാക്കി. സ്റ്റേറ്റ് എമർജൻസി സർവീസ് പോസ്റ്റ് ചെയ്ത ദൃശ്യങ്ങളിൽ നിന്നും റോഡിൽ നിന്ന് തെന്നിമാറി കത്തി നശിച്ച ബസ് വ്യക്തമായി കാണാവുന്നതാണ്. ഈ ആക്രമണത്തിൽ ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി റഷ്യയുടെ നടപടിയെ ഭീകരവാദം എന്ന് വിശേഷിപ്പിച്ചു. സമാധാന ശ്രമങ്ങൾക്കിടയിലും ഉക്രൈനിലെ റഷ്യൻ ആക്രമണങ്ങൾ തുടരുകയാണ്. ജപ്പാനിൽ അടുത്തയാഴ്ച നടക്കാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സനെ തകേച്ചിയുടെ പാർട്ടി വലിയ വിജയം നേടുമെന്ന് പുതിയ സർവേ ഫലങ്ങൾ. ആകെ 465 സീറ്റുകളുള്ള അധോസഭയിൽ നിലവിലുള്ള 198 സീറ്റുകളിൽ നിന്ന് ഭൂരിപക്ഷത്തിനാവശ്യമായ 233 സീറ്റുകൾക്കും മുകളിൽ തകേച്ചിയുടെ പാർട്ടി നേടുമെന്നാണ് റിപ്പോർട്ട്. സഖ്യകക്ഷിയായ ജപ്പാൻ ഇന്നൊവേഷൻ പാർട്ടിയുമായി ചേർന്നുള്ള ഭരണമുന്നണി 300ഓളം സീറ്റുകൾ പിടിച്ചെടുക്കുമെന്നും സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. ഈ വിജയം രാജ്യത്ത് വലിയ തോതിലുള്ള നികുതി കുറയ്ക്കലുകൾക്ക് വഴി തുറക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ കരുതുന്നത്. ഭക്ഷണ സാധനങ്ങൾക്കുള്ള 8% നികുതി 2 വർഷത്തേക്ക് നിർത്തലാക്കുമെന്ന പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നിലവിലെ ഈ മുന്നേറ്റം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ തകേച്ചിയുടെ പിടിമുറുക്കാൻ സഹായിക്കുമെങ്കിലും രാജ്യത്തിന്റെ വൻതോതിലുള്ള കടബാധ്യതയെക്കുറിച്ച് ചിലർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അതേസമയം പ്രധാന പ്രതിപക്ഷമായ സെൻട്രിസ്റ്റ് റിഫോം അലയൻസ് കനത്ത തിരിച്ചടി നേരിടുകയാണ് എന്നും പകുതിയോളം സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെട്ടേക്കുമെന്നും സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. സാമ്പത്തിക രംഗത്തെ പുതിയ പരിഷ്കാരങ്ങൾക്ക് ജനസമ്മതി തേടിയാണ് കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി പാർലമെന്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം ജപ്പാന്റെ ഭാവി സാമ്പത്തിക നയങ്ങളിൽ നിർണായകമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് കണക്കാക്കുന്നത്. പുതിയതായി പുറത്തിറക്കിയ താലിബാന്റെ ക്രിമിനൽ കോഡിനോടുള്ള പൊതുജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് നീതിന്യായ മന്ത്രാലയം തങ്ങളുടെ നിയമങ്ങളെ എതിർക്കുന്നത് ഇസ്ലാമിക ശരീഅത്തിനെതിരായ എതിർപ്പാണ് എന്നും പ്രതിഷേധക്കാരെ പ്രോസിക്യൂട്ട് ചെയ്യുമെന്നും മുന്നറിയിപ്പ് നൽകി. താലിബാന്റെ നിയമനിർമ്മാണ രേഖകൾ ദൈവത്തിന്റെ പുസ്തകവും പ്രവാചകന്റെ സുന്ന അടിസ്ഥാനമാക്കിയുമാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് മന്ത്രാലയം പറയുന്നു. താലിബാന്റെ നിയമനിർമ്മാണ രേഖകളിൽ ഇസ്ലാമിക ശരീഅത്തിന് അനുസൃതമല്ലാത്തതോ മതപരമായ ഉറവിടമില്ലാത്തതോ ആയ ഒരു ആർട്ടിക്കിളോ ക്ലോസോ വ്യവസ്ഥയോ ഖണ്ഡികയോ വിധിയോ ഇല്ല എന്നും അവകാശപ്പെടുന്നു. ഇസ്ലാമിക ശരീഅത്ത് പൂർണ്ണമായും പാലിക്കുന്നുവെന്നാണ് അവകാശവാദം. അവയെ എതിർക്കുന്നത് ശരീഅത്തിനെ എതിർക്കുന്നതിന് തുല്യമാണ് എന്നും പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം തങ്ങളുടെ നിയമങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങൾ അനുവദനീയമല്ല എന്നും എതിർക്കുന്നവരെ ജുഡീഷ്യൽ അധികാരികൾക്ക് കൈമാറുമെന്നും താലിബാൻ അവകാശപ്പെട്ടു. താലിബാന്റെ ക്രിമിനൽ കോഡ് അടിമത്തത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുകയും സമൂഹത്തെ വിവിധ വിഭാഗങ്ങളായി വിഭജിക്കുകയും ചെയ്യുന്നതായി വിമർശനം ഉയർന്നിരുന്നു. മനുഷ്യാവകാശ ലംഘനങ്ങൾ, മതന്യൂനപക്ഷങ്ങളുടെ അടിച്ചമർത്തൽ, എതിരാളികളെ കൊല്ലൽ എന്നിവയ്ക്ക് സൗകര്യമൊരുക്കുന്ന ഒരു രേഖയായും താലിബാന്റെ ക്രിമിനൽ കോഡിനെ മനുഷ്യാവകാശ സംഘടനകൾ വിശേഷിപ്പിച്ചിരുന്നു.
ബലൂചിസ്ഥാനിലെ ആക്രമണത്തെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് വ്യക്തമാക്കി ഇന്ത്യ. ബലൂചിസ്ഥാനിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തിയ ആക്രമണത്തിൽ ഏകദേശം 50 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിൽ 17 പേർ പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആയിരുന്നു. ഹൈ സെക്യൂരിറ്റി ജയിലുകൾ, പോലീസ് സ്റ്റേഷനുകൾ, പാരാമിലിറ്ററി ക്യാമ്പുകൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. നിരവധി ഇടങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ സൈന്യം ആക്രമണം ഭയന്ന് ഓടിപ്പോയതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതേ തുടർന്നാണ് ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണ് എന്ന ആരോപണവുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നത്. പാകിസ്ഥാന്റെ ഈ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സ്വന്തം ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന് വ്യക്തമാക്കി. ഓരോ തവണയും അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിസ്സാരമായ അവകാശവാദങ്ങൾ പറയുന്നതിന് പകരം ഈ മേഖലയിലെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലത്. പാകിസ്ഥാന്റെ അടിച്ചമർത്തൽ, ക്രൂരത, മനുഷ്യാവകാശ ലംഘനം എന്നിവയുടെ ചരിത്രം എല്ലാവർക്കും അറിയാമെന്നും ഇന്ത്യ കുറ്റപ്പെടുത്തി. സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിലെ മെസ്സേ സൈനിക വിമാനത്താവളത്തിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയ സംഘത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടി. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ഈ സംഘമാണ് എന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. അക്രമികൾ ഉപയോഗിച്ച ആയുധങ്ങൾ ലെബനോനിലെ ഹിസ്ബുള്ളയുടേതാണ് എന്നാണ് സിറിയൻ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. പിടിക്കപ്പെട്ടവരിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകളും പോലീസ് കണ്ടെടുത്തിരുന്നു. മുൻപ് സിറിയ ഭരിച്ചിരുന്ന അസദ് സർക്കാരിന്റെ സഖ്യകക്ഷികളായിരുന്നു ഹിസ്ബുള്ള. അവർ ഉപേക്ഷിച്ചു പോയ ആയുധശേഖരമാണ് ഇതിനായി ഉപയോഗിച്ചത് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ തങ്ങൾക്ക് ഈ ആക്രമണവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി. സിറിയയിൽ പുതിയ ഭരണകൂടം നിലവിൽ വന്നതിന് പിന്നാലെ വലിയ സംഘർഷങ്ങളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിമതരുടെ നേതൃത്വത്തിലുള്ള സംഘർഷങ്ങളാൽ കലുഷിതമായ അന്തരീക്ഷമാണ് സിറിയയിൽ ഇപ്പോഴും ഉള്ളത്. 2 വർഷങ്ങൾക്ക് ശേഷം തെക്കൻ ഗാസയെ ഈജിപ്തുമായി ബന്ധിപ്പിക്കുന്ന റാഫ ഇടനാഴി വീണ്ടും തുറന്ന് ഇസ്രായേൽ. ഗാസ വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രത്യേക അനുമതിയോടെയാണ് അതിർത്തി തുറന്നത്. റാഫ അതിർത്തി തുറന്നുവെങ്കിലും ഗതാഗത സംവിധാനങ്ങൾ ഭാഗികമായി പുനരാരംഭിക്കുകയുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ. റാഫയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ കർശനമായ സുരക്ഷാ പരിശോധനകൾക്ക് വിധേയമായി സെക്യൂരിറ്റി ക്ലിയറൻസ് ലഭിക്കുന്നവരെ മാത്രമേ കടത്തിവിടൂവെന്ന് അധികൃതർ വ്യക്തമാക്കി. യുദ്ധകാലത്ത് ഗാസയിൽ നിന്ന് പലായനം ചെയ്ത 42,000 പലസ്തീൻകാർക്ക് റാഫ ഇടനാഴി വഴി തിരിച്ചെത്താൻ ഇതോടെ അവസരമൊരുങ്ങി. അടിയന്തര ചികിത്സ ആവശ്യമുള്ള 50 രോഗികൾക്കാണ് യാത്രയിൽ ആദ്യഘട്ട മുൻഗണന നൽകുന്നത്. ഇസ്രായേൽ, ഈജിപ്ത് ഉദ്യോഗസ്ഥർ ചേർന്നാണ് ചെക്ക് പോസ്റ്റ് നിയന്ത്രിക്കുക. സുതാര്യത ഉറപ്പാക്കാൻ യൂറോപ്യൻ യൂണിയൻ ബോർഡർ പട്രോൾ ഏജന്റുമാരുടെ മേൽനോട്ടവും ഇവിടെയുണ്ടാകും. ബന്ദികളാക്കിയവരിൽ അവസാനത്തെയാളുടെ മൃതദേഹവും കണ്ടെടുത്തതിനെ തുടർന്നാണ് ഇടനാഴി തുറക്കാൻ ഇസ്രായേൽ സമ്മതിച്ചത്.